ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പറയുന്നില്ല, കാണിച്ചു തരാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കണ്ടോ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞതാണ് ഇത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇത് ഞാൻ താഴെയാണ് നട്ടിരുന്നത്. അപ്പോൾ അത് സൺസൈഡിൻ്റെ അങ്ങോട്ട് കയറി ജനൽ വഴി വന്നേക്കണതാണ്. ഒത്തിരി കായുണ്ടായി, പക്ഷേ വെയിലിൻ്റെ ചൂട് കൊണ്ടെല്ലാം കരിഞ്ഞു പോയി, അങ്ങോട്ട് വാടിയിട്ട്. എന്നാൽ നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യമേ ഞങ്ങൾ ഒരെണ്ണം പറിച്ചായിരുന്നു. ഇതിപ്പോൾ രണ്ടെണ്ണം കൂടെ വലുതുണ്ട്. അപ്പോൾ ഒരെണ്ണം നമുക്കിത് പറിക്കാം. മൂത്തിട്ടുണ്ടിത്, ഇത്തിരി താമസിച്ചു പോയി പറിക്കാനായിട്ട്. കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ് തോന്നുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അതിൻ്റെ ആ വെള്ളം ഇത് കത്തിയും കൊണ്ട് ഇങ്ങനെ ഉരച്ചാൽ മതി, അപ്പോൾ പോയി കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ഉരക്കുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. പടവലങ്ങയെ തൊടുമ്പോൾ തന്നെ ഒരു മണം ഉണ്ടല്ലോ, ആ ഒരു മണമാണ്. നമ്മുടെ പാവയ്ക്ക ഇതൊക്കെ തൊടുമ്പോൾ നല്ലൊരു മണമല്ലേ. കണ്ടോ, ഇത് നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആ കായൊക്കെ നമുക്ക് കുഴിച്ചിടാം. മുളക്കും. ഞാൻ അങ്ങനെ വേസ്റ്റിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും അത് വളമിടുമ്പോൾ അതവിടെ തന്നെ കിടന്ന് മുളക്കും, ചീഞ്ഞൊന്നും പോകില്ല. ഇനി നമുക്കിതിങ്ങനെ ഉരച്ചെടുത്തിട്ട് നല്ലപോലെ കഴുകിയെടുക്കാം. ഇനിയിപ്പോൾ ഈ മഴയും കൂടി പിടിക്കുമ്പോൾ നല്ല പോലെ ഉണ്ടാകും. അപ്പം നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതാക്കി ഒരു 4 കഷ്ണാക്കി എടുക്കാം. എന്നിട്ട് വട്ടം ഇനിയിപ്പോൾ വട്ടത്തിലല്ല എന്നുണ്ടെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുത്താലും മതി. കനം കുറച്ച് അരിഞ്ഞെടുക്കാം. നമ്മൾ അച്ചിങ്ങയൊക്കെ ഒടിച്ചെടുക്കുന്ന മാതിരി ഒരു നീളത്തിൽ അങ്ങനെ എടുക്കുന്നത് നല്ലതാണ്. എല്ലാം ഇങ്ങനെ അരിഞ്ഞെടുക്കാം. മൂത്ത് പോയതുകൊണ്ട് ഒരിത്തിരി നാരൊക്കെയുണ്ട്. അപ്പം എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം. ഇതുപോലെ തന്നെ വെള്ളരിക്കയും എപ്പോഴും ഉണ്ടാവും. അപ്പം ഞാനിവിടെ ഒരു 8-9 മുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലിട്ട്. അപ്പോൾ ഒറ്റയടിയൊന്ന് അടിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇതിലേക്ക് ഒരു 7-8 വെളുത്തുള്ളി, ഇത്തിരി അധികം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയൊക്കെ ചേർക്കുമ്പോഴാണ് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അല്ല, ഇതേപോലെ നല്ല തരിതരിപ്പോട് കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കടുക് നല്ലതുപോലെ പൊട്ടണം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒന്ന് കുറച്ചിടണേ, അല്ലെങ്കിൽ ആ മുളക് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് മൂക്കട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ.
അപ്പം മുളകൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോവണ്ട. അപ്പോൾ നമ്മുടെ കറിക്ക് ഒരു നിറം കിട്ടില്ല. ഒന്നുകൂടെ ഒന്ന് മൂക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ, കുറച്ചേ ഇടാവുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ടാൽ മതിയേ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഒന്ന് പൊത്തി വെച്ച് കൊടുക്കണേ. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. വെറുതെ ഇങ്ങനെ ഒന്ന് പൊത്തി വെച്ചിട്ട് മൂടി വെക്കാം. ഇതിവിടെ ഇരുന്ന് നല്ലതുപോലെ വേവട്ടെ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുക്കണേ. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇടയ്ക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടട്ടെ. ഇങ്ങനൊരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട ചോറിൻ്റെ കൂടെ. ഈ ഒരു കറി മാത്രം മതിയേ. നല്ല ചൂട് ചോറും ആയിരിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പടവലങ്ങ മെഴുക്ക് വരട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ഇല വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പം നല്ലൊരു മണമായിരിക്കും. ആ ഇലയുടെ മണവും ഇല വാടുമ്പോഴുള്ള ഒരു മണമുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.